ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒച്ച ഉണ്ടാക്കല്ല അമ്മീനെ, ഒച്ച ഉണ്ടാക്കല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞ് 2-3-4 പ്രാവശ്യം സ്വാഗതം പറഞ്ഞിന്. ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഇനി എല്ലാ ക്ലിയറിൽ ഞാനത് വിടുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇതുപോലെ 3 ബട്ടണുകൾ ഒന്നിച്ച് വന്ന നിമിഷത്തിൽ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ അവസരഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഓൾ പറഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുകയുള്ളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ എന്താണ് ഇവിടെ തയ്യാറാക്കുന്നത്? നല്ല ചിക്കൻ പൊരി, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ചിക്കനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാക്കിക്കോളി. വെളുത്തുള്ളിയുണ്ട്, ഗ്രാമ്പുണ്ട്, മല്ലിച്ചപ്പുണ്ട്, ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞോളി. നല്ല അഭിപ്രായം തന്നെ ആയിരിക്കും. 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചേക്കേനി. പിന്നെ ഒരു പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കുരുമുളക് പൊടിയാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തത്. അപ്പോൾ വേറെ പൊടികളൊന്നും നമ്മൾ ഇടണില്ല കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഇതൊക്കെ നമ്മളെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ മസാല. ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിർബന്ധമല്ല. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഊറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിലൊന്ന് കറക്കി കൊണ്ടുവരൂ പ്രിയപ്പെട്ടവരെ. കറക്കി എടുക്കുമ്പോൾ കണ്ടില്ലേ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ കറക്കി എടുക്കുന്നത്. നല്ല മസാല പരുവത്തിൽ ഈ ഒരു കളറിലാണ് കിട്ടുക കേട്ടോ. കളറൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നല്ല ടേസ്റ്റ് ചെയ്യാറ് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ താഴത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്താ ചമാൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? ഞാനിവിടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചട്ടിയിലൊന്നും പിടിക്കാതിരിക്കാനും വെളിച്ചെണ്ണ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കുട്ടികളുടെ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കൂ പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ അടിപൊളി റെസിപ്പികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്നത്. കണ്ടില്ല, നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കണ്ടില്ലേ, മസാലകളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഭാഗത്തേക്കാണ് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കി പോകാനൊന്നും ആയിട്ടില്ല. കുട്ടികളുടെ ശബ്ദ കോലാഹലങ്ങൾ വീണ്ടും വരുന്നു. അപ്പം ഇനി അടുത്തതായിട്ട് കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? കുമ്പളം ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ. ഇതാണ് കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തൊലി കളഞ്ഞെടുക്കുക. നല്ല തൊലി കളയുമ്പോൾ ഇതുപോലെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ചെറിയൊരു കഷ്ണം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോയാൽ അവർ അങ്ങോട്ടും പോരും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോന്നാൽ എൻ്റെ ഒപ്പം ഇങ്ങോട്ടും പോരും. എങ്ങോട്ട് പോയാലും ഉണ്ടാവും. അത് സാരല്ല പ്രിയപ്പെട്ടവരെ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർ. കണ്ടില്ലേ, ഈ കുമ്പളങ്ങ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ഉടച്ചെടുക്കാനല്ലേ പോകുന്നത്. ഇത് ഇതേപോലെ ഇട്ട് കൊടുത്താലും യാതൊന്നും വരാല്ല. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കാൻ പോകുന്നില്ല. നല്ല കുമ്പളങ്ങ കറി എങ്ങനെയാണ് ഹെൽത്തി രൂപത്തിൽ നല്ല ടേസ്റ്റിൽ കുമ്പളങ്ങ കറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരെ, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടോക്കിയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പൊന്നു കൂട്ടുകാർ കാണുന്നുണ്ടോ? കണ്ടോ, ഒരു തക്കാളി എടുത്തപ്പോൾ അത് കേടായിരിക്കുന്നു. തക്കാളി കണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അടുത്ത തക്കാളി വീണ്ടും കഴുകിയിട്ട് വരികയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ അവസരഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും എൻ്റെ പൊന്നു കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ ഓൾ പറഞ്ഞൊരു ഓപ്ഷന് കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടരുന്നു. അപ്പോൾ കുക്കറിൽ കണ്ടില്ലേ, നമ്മൾ അതങ്ങനെ വെച്ചേക്കാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. തക്കാളി കുമ്പളങ്ങി മാത്രം വെച്ചിക്കാണ്ട് കുക്കറാണ് ഓണാക്കി കൊടുത്തേക്കാണ് കേട്ടോ. കുക്കറല്ല, ഗ്യാസ് ഓണാക്കിയാണ്ട് അവിടെ വെച്ചേക്കുക.
വെക്കുകയാണ്. എന്നിട്ട് വിസിൽ വന്ന് കൂക്കിച്ചിട്ട് നമുക്ക് അടുത്തത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമുക്ക് തേങ്ങ നാളികേരം നമുക്ക് ഇതാക്കേണ്ടതായിട്ടുണ്ട്. നാളികേരം അരച്ച് കറിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തല്ലരുത് തല്ലുവട നടക്കുന്നുണ്ട് കുട്ടികളെ, തല്ല് പ്രിയപ്പെട്ടവരെ. അപ്പോൾ കണ്ടില്ല ഇതുപോലെ കൊടുമ്പുളി സാദാ പുളിയൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുട്ടികളത് എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു എന്നറിയോ? ഞാൻ ചെയ്തത് ഇതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ചെയ്തു കൊടുമ്പുളി കൊണ്ടുവന്ന് വെച്ചാൽ ആർക്കും അത് വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കറിക്ക് ഇട്ട് കൊടുത്താൽ. അപ്പോൾ കൊടുമ്പുളി കറിക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സാദാ പുളിയാകുമ്പോൾ കുട്ടികളെടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തതൊക്കെ നിങ്ങളവിടെ കണ്ടില്ലേ? കുട്ടികളുടെ ശബ്ദ കോലാഹലങ്ങൾ വീണ്ടും വരുന്നു. സാരമില്ല പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ? ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളി. കണ്ടില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ ഉലുവ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ഉലുവ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കടുക് എന്തിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? കടുക് ഉലുവയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കറിക്ക് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയത്. അല്ലാതെ നമ്മൾ കുറേ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഇതാക്കുമ്പോൾ നമ്മളെ ടൈം വേസ്റ്റാണ് അതൊക്കെ ഇടുമ്പോൾ. അപ്പോൾ കുക്കർ നേരിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ നമ്മളൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം നമുക്ക് എല്ലാം ചേർക്കാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളുത്തുള്ളി ചതച്ചുകാണ്ട് ചേർത്ത് കൊടുത്തതാണ് നിങ്ങൾ കണ്ടത്. അതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ. എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ കുക്കർ 1-2 വിസിൽ വന്നപ്പോൾ അതിന് തേങ്ങ അരച്ച് കഴിഞ്ഞു, എല്ലാം അരച്ച് കഴിഞ്ഞു. ഇവിടെ ചട്ടി വരെ അടുപ്പത്തായിരിക്കുന്നു. അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് ഞാനിവിടെ കറി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഈ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പെരുംജീരകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരു തുള്ളി മുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരുംജീരകപ്പൊടിയാണ് കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു തുള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിച്ചാൽ കരിഞ്ഞ് കരിക്കട്ടാക്കരുത് കേട്ടോ. കരിഞ്ഞ് കരിക്കട്ടായാൽ അതൊക്കെ കരിഞ്ഞ് ചോയ്ക്കും. പിന്നെ നമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നും എൻ്റെ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഓരോ റെസിപ്പിയും കൃത്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലങ്ങൾ ഇതേപോലെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കറി ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിലിട്ട് കഴിഞ്ഞാലും നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അവസാനമായി നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്നാണ് തുള്ളിക്കഴിഞ്ഞാൽ ഓഫാക്കുന്നതാണ്. തുള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? തേങ്ങ തിളക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് തിളച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചിക്കനിൽ നല്ല മസാലയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ല നിങ്ങൾ ഇപ്പം ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ചിക്കനിൽ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ ചിക്കന് നല്ല രീതിക്ക് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല കറക്റ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. കുട്ടികളൊക്കെ അപ്പോൾ എന്തൊക്കെയോ പറയുന്നു, കുട്ടികൾ എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല കേട്ടോ. അവർക്ക് ഇതിൻ്റെ മണം കെട്ട് പിടിച്ചിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ എനിക്ക് പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് കുറേ നേരം സമയം വേസ്റ്റ് ആക്കാനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഈ ചിക്കനൊക്കെ സെറ്റപ്പിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അതൊന്നും നടന്നില്ല പ്രിയപ്പെട്ടവരെ. ലാസ്റ്റ് ഞാൻ ചോറാണ് വിളമ്പിക്കാണ്ട് ചോറ്റിക്കാണ്ട് വെച്ചുകൊടുത്തൊക്കെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പാക്കാറായിട്ടുണ്ട്. കണ്ടില്ല അടിപൊളി കറിയാണ്. ഈ കറി കാണുന്ന പോലെ അല്ല പ്രിയപ്പെട്ടവരെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ല നിങ്ങൾ ചിക്കൻ പൊരിയാണ് ഞാൻ അടുത്തതായിട്ട് വരുന്നത്. നല്ല ചിക്കൻ പൊരിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ എൻ്റെ പൊന്നു കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലെ നല്ല ഹെൽത്തി രൂപത്തിലുള്ള ചിക്കൻ പൊരിയും കുമ്പളങ്ങ കറിയും ഒക്കെ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.